പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്നപ്പാ, ആരാധിക്കുന്നു. ഈശോനാഥ, ഇന്ന് ഞങ്ങൾക്കൊരു ദിവസം കൂടി തരികയും ദൈവമേ, പ്രഭാതത്തിൽ ദിവ്യബലി സമർപ്പിക്കുവാൻ തന്ന ആ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. കർത്താവേ, ഇന്ന് കൂടുതൽ സമയം അവിടുത്തെ സന്നിധിയിലായിരിക്കാനും അവിടുത്തെ വചനം ഗ്രഹിക്കുവാനും തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു നാഥ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് അനുഗ്രഹിക്കുകയും സകല പ്രതികൂല അവസ്ഥകളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം തരികയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോനാഥ, ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളെ എല്ലാവരെയും അവിടങ്ങളിൽ പരിപാലിച്ചിരിക്കുന്ന കൃപയെ ഓർത്ത് നന്ദി പറയുന്നു നാഥ. സഹായകനായ പരിശുദ്ധാത്മാവിനെ എപ്പോഴും ഞങ്ങളിൽ വർഷിക്കണമേ നാഥ. ഈശോപ്പ, ഞങ്ങളിതാ ഉറങ്ങാൻ പോകുന്നു. ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കോട്ട കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, ഒരു അന്ധകാര ശക്തികളോ ഒരു ദുരാശക്തികളോ കർത്താവെ, ഒരു വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഒരു കവർച്ചക്കാരോ ഞങ്ങളെയോ ഞങ്ങളുടെ ഭവനങ്ങളിലോ അടുത്തു കൂടുവാൻ ഇടയാക്കാതെ വണ്ണം അവിടുന്ന് കരുതുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി നന്ദി പറയുന്നപ്പ. പ്രഭാതം മുതൽ ഈ നിമിഷം വരെ എൻ്റെ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയപ്പ. ആകയാൽ പിതാവിൻ്റെ പക്കൽ ഇന്ന് ഞങ്ങളെ മഹത്വപ്പെടുത്തുമാറാകണമേ നാഥ. ഈ രാത്രിയിൽ ഞങ്ങളെ ആരെങ്കിലും അങ്ങേ സന്നിധിയിലേക്ക് മാറ്റപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഞങ്ങൾക്കായി എപ്പോഴും പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരു ദൈവവചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. ഞാൻ എടുത്തിരിക്കുന്ന വചനം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നും 32-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപടനാട്യക്കാരൻ അതിൽ തട്ടി വീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവകമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദ്യവും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസവും അരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരുകയില്ല. ആമേൻ. ഈ കേട്ട വചനം 5 മിനിറ്റ് നേരം ധ്യാനിക്കുക. 4 ചുറ്റും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കിടക്കാം. ആമേൻ.